മാസം നമുക്ക് 5000 താഴെ ഒരു EMI ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഉണ്ടാവും. 4,30,000 രൂപ. 4,30,000 ഒറിജിനൽ കേരള, 30 വരെ പേപ്പറുള്ള ഒറിജിനൽ കേരള ഇന്നോവ അല്ലെ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 7 സീറ്റർ ആണെങ്കിലും ഏകദേശം നമുക്ക് സ്വിഫ്റ്റിലേക്ക് എഞ്ചിൻ ആയതുകൊണ്ട് 18-20 മൈലേജും കിട്ടും. ഇത് 4 വീൽ ഡ്രൈവ് ആണ്. അപ്പൊ ഇത് നമുക്ക് 4 വീൽ തന്നെ, ഇത് 2 വീലും ഉണ്ട് 4 വീലും ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ആണ്. 60,000 കിലോമീറ്റർ നോക്കി നമ്മൾ ഇന്നും ആ ഒരു പുതിയൊരു വാഹനത്തിന് ആ ഫീലും കാര്യങ്ങളും പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വെറും 27,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഡീസൽ ഈ ലോ കിലോമീറ്ററോടെ വണ്ടി ഉണ്ടാവും. അപ്പൊ അലോയൊക്കെ നോക്കി നിങ്ങൾ നല്ല കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് കോസ്റ്റ് അലോയി കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങൾ, അതും വൈറ്റ് ഫിനിഷിങ്ങിൽ പക്ക എക്സിക്യൂട്ടീവില് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, LCD സ്ക്രീന് എല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ലിവന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡൽ GD ഒറിജിനൽ കേരള. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 3,80,000 രൂപ. 50 രൂപ ഉണ്ടെങ്കിൽ നടക്കാം. വെറും 47,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ 23 മോഡൽ വാഹനം അല്ലെ. ചെറിയൊരു പ്രൈസിന് വലിയൊരു വണ്ടി ഉണ്ടാകും. അതായത് മൈലേജ് വണ്ടി ഇല്ല. 0 ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ, അതും ഹൈബ്രിഡിൽ മൈലേജ് കിട്ടുന്ന ഒരു മാരുതിന്റെ വാഹനം അല്ല. കമ്പനി സർവീസ്, കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ. ചെറിയൊരു ബൈക്കിൽ നിന്ന് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക്, ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു മാരുതിന്റെ ഒരു ഓൾട്ടോ 800 റെഡ് ഫിനിഷിംഗ് വാഹനം അല്ല. വേറെ 20,000 വണ്ടി ഇറക്കാം. കൂടുതൽ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വേരിയന്റ് ആണ്. ലോങ് ഡ്രൈവിൽ 20-20 മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഏതായിരുന്നു ഓപ്ഷൻ? ഓപ്ഷൻ VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇതിൽ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, നല്ല ഫാൻസി നമ്പർ, HSVS ഇതാണ്. നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും. പിന്നെ നമുക്ക് ഇതിന് ബ്ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റോപ്പ് ആവും, സൺ സ്റ്റോപ്പിംഗ് സ്റ്റാർട്ട് ആവും ചെയ്യും. അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള സർവീസും കഴിഞ്ഞു. ഡീസൽ ഓട്ടോമാറ്റിക് SUVകളൊക്കെ ഉള്ള നല്ലൊരു കിഡ്ലം പാർട്ടിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് ഡീസൽ ഏകദേശം 24 വരെ മൈലേജും സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി ഹോണ്ടയുടെ വാഹനം. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കിഡിലൻ ഓൾട്ടീസ് വരുന്നുണ്ട്. ഒക്കെ ഒരു ഏറ്റവും നല്ല ലോ കിലോമീറ്റർ ഒരു വാഹനം. അതേപോലെ ജീപ്പ് കോമ്പസ്. പിന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ക്രെറ്റ വരുന്നുണ്ട്, അതും ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനം. അപ്പൊ ഇന്ന് നമ്മുടെ ടിൻസ് ഡ്രൈവിലാണ് നമ്മുടെ കൂടെ ഉള്ളത് നസീഹാണ് അല്ലെ. അപ്പൊ നസീമിന്റെ നിക്കാഹൊക്കെ ആയതുകൊണ്ട് ആള് കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇന്ന് നമ്മളെ നേരെ മറ്റേ ബ്രദറാണ്. ആള് കുറച്ച് ഇടയ്ക്ക് ഉണ്ടാവാറുള്ള വീഡിയോയില്. അപ്പൊ ഇതിപ്പോ ഇന്ന് നമുക്ക് മുമ്പ്. അപ്പൊ നമ്മളെ ഈ ഒരു ടിൻസ് ഡ്രൈവിന്റെ ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങള്? ഇത് മലപ്പുറം വണ്ടൂര് ചെറുകോട് 28 ഊട്ടി റോഡാണ്. അപ്പൊ ഊട്ടി റോഡാണിത്. വണ്ടൂരിൽ നിന്ന് നമുക്ക് പെരിന്തൽമണ്ണ റൂട്ടിലായിട്ടാണ് ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുതിയ വാഗ്നർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു 7 സീറ്റർ തന്നെ തുടങ്ങാം അല്ലേ. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ജനുവരിയിലെ ഇവിടുത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മാരുതി സുസുക്കി എർട്ടിക ഡീസൽ അല്ല വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് ലോഡിൽ ഒരു ZDI. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 7 സീറ്റർ ആണെങ്കിലും ഏകദേശം നമുക്ക് സ്വിഫ്റ്റിലേക്ക് എഞ്ചിൻ ആയതുകൊണ്ട് 18-20 മൈലേജും കിട്ടും. ഇതിന്റെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല്, സെക്കൻഡ് ഓണർ, 1.20 ഓട്ടം, ഫുൾ കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2 സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. പിന്നെ നമുക്ക് മേജർ ആക്സിഡന്റ് ക്ലൈമുകളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. റിയറിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. KL60 നമുക്ക് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ പറഞ്ഞത് 1.20 മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? 4,55,000 രൂപ. നല്ലൊരു ബെസ്റ്റ് പ്രൈസിനാണ്. ഏറ്റവും ടോപ്പ് ലോഡില്, അത് മോഡൽ കൂടിയ ഒരു ഡീസൽ 7 സീറ്റർ വാഹനം കേട്ടോ. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 4 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്തത്. 4 ലക്ഷം രൂപ വരെ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാം. ഇതെല്ലാം അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാമിലീസ് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടയോട്ടയുടെ എത്തിയോസ് ലിവ. അപ്പൊ അലോയൊക്കെ നോക്കി നിങ്ങൾ നല്ല കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് കോസ്റ്റ് അലോയി കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങൾ, അതും വൈറ്റ് ഫിനിഷിങ്ങിൽ പക്ക എക്സിക്യൂട്ടീവില് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, LCD സ്ക്രീന് എല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ലിവന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡൽ GD ഒറിജിനൽ കേരള. പ്ലാറ്റിനം ടൈപ്പ് ഒറിജിനൽ ആണോ കൺവേർട്ടർ ആണോ വാഹനം? എങ്ങനെ? പ്ലാറ്റിനം ടൈപ്പിലേക്ക് ഒറിജിനൽ ആണ്. അതും ഒറിജിനൽ കേരള വാഹനമാണ്. കൺവേർട്ടർ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള
അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള ഡീസൽ വേരിയന്റ് അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഈ വാഹനം? കിലോമീറ്റർ 110. 110 എത്ര നമുക്ക് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5.15 കൊടുക്കണം. 5.15 ഒറിജിനൽ കേരള 2017 മോഡല്, അതും വീടിയില്ല, പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ലോണ് ഒരു 4.25 ലക്ഷം രൂപ വരെ ലോൺ. 4.25 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റൂല. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ഏറ്റവും ന്യൂ ഫേസിൽ, അതും ഏറ്റവും ഫുൾ ലോഡിൽ ഡുവൽ ടൂണിൽ വരുന്ന ഒരു കിഡ്ലം വാഗണർ. ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ZI ആണ്. അത് നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. ഇത് പെട്രോൾ ആണ്. ഏകദേശം നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കും? 17-18 മൈലേജ്. 17-18 നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. 2023 ZXi പ്ലസ് ഡുവൽ ടൂൺ അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ, അതും സിംഗിൾ കമ്പനി സർവീസ്. A to Z കമ്പനി സർവീസ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് ചോദിക്കുന്നത് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക്. പക്ഷെ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? 5 ലക്ഷം രൂപ ഫിനാൻസ്. 50 രൂപ ഉണ്ടെങ്കിൽ നടക്കാം. വെറും 40,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പിൽ 23 മോഡൽ വാഹനം അല്ലേ? അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു കിഡ്ലം വാഹനമാണ് എലൈറ്റ് 820. ഫീച്ചേഴ്സും പെർഫോമൻസും ലോങ് ഡ്രൈവിലെ മൈലേജ് നോക്കിയിട്ട് ഏകദേശം ഒരു 18-20 മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ലേ? ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല് ആസ്റ്റ ഫുൾ ഓപ്ഷൻ. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, ഡീസലും ആണ്. ഏകദേശം നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ 20-18 മൈലേജും കിട്ടും. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്, ഫുൾ ഓപ്ഷൻ, പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 130 കമ്പനി സർവീസ്, കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ ആണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,30,000. 5.30 അല്ലേ? ഏറ്റവും ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഈ വാഹനം? ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമുക്ക് ഒരു ഇന്നോവയാണ്, അത് KL40 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത്. നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഓഫർ പ്രൈസിൽ നമുക്ക് ചെയ്യാം. കേരള വണ്ടി 2009 പുതിയ പേപ്പർ, ഒറിജിനൽ കേരള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ടൈപ്പ് ഓൾറെഡി കംഫർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ ഒറിജിനൽ കേരള വാഹനമാണ് ഇന്നോവ. ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി, ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നും ചെയ്യിക്കാനൊന്നും ഇല്ല അല്ലെ നിലവിൽ? അത്യാവശ്യം ടൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Type 4 ആണ്, ഒറിജിനൽ കേരള 2009 2030 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 4,30,000 രൂപ. 4.30 ഒറിജിനൽ കേരള, 30 വരെ പേപ്പർ ഉള്ള ഒറിജിനൽ കേരള ഇന്നോവ അല്ലെ? ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത് വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ് വരുന്നത്, മാരുതി സുസുക്കി എർട്ടിഗ. നേരത്തിന് ശേഷം നമുക്കൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. ഇതും ഡീസൽ വേരിയന്റ് ആണ്. അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള 3000 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത്. അങ്ങനെയാണ് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. 2016 ഹൈബ്രിഡ്. സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. നേരത്തെക്കാട്ടും കൂടുതൽ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വേരിയന്റ് ആണ്. ലോങ് ഡ്രൈവിൽ 20-20 മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഏതായിരുന്നു ഓപ്ഷൻ? ഓപ്ഷൻ VDI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്. ഇതിൽ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, നല്ല ഫാൻസി നമ്പർ, HSVS ഇതാണ്. നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും. പിന്നെ നമുക്ക് ഇതിന് ബ്ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റോപ്പ് ആവും, സൺ സ്റ്റോപ്പിംഗ് സ്റ്റാർട്ട് ആവും ചെയ്യും. അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള സർവീസും കഴിഞ്ഞു. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഈ വാഹനം? 1.28. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,65,000 രൂപ. 5.65 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ ടീമിന് ഫുൾ ലോണും കയറും. അപ്പൊ ട്രാക്കിന് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ, അതും ഹൈബ്രിഡിൽ മൈലേജ് കിട്ടുന്ന ഒരു മാരുതിന്റെ വാഹനം അല്ല. അടുത്ത നമുക്ക് ഇതിന്റെ പെർഫോമൻസും അതേപോലെ തന്നെ കംഫർട്ടും സ്പേസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പോളോയുടെ സെയിം എഞ്ചിനില് കാര്യങ്ങളൊക്കെ വരുന്ന കിട്ടുന്ന അമിയോ അല്ലെ? അതിന്റെ സെഡാൻ ടൈപ്പ് ആണ് വരുന്നത്. ഡീസൽ അല്ലേ വണ്ടി വരുന്നത്? 1.5 ഇന്റീരിയറും ഇതിന്റെ ബോഡി വെയിറ്റും അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും നല്ല പെർഫോമൻസ്, മൈലേജ്, സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3,80,000 രൂപ. 3.80 അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇടുക്കി രജിസ്ട്രേഷൻ ആണ്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്തത് നമുക്കൊരു കിഡ്ലം ഫീച്ചേഴ്സും അതേപോലെ തന്നെ നമുക്ക് ലോങ് ഡ്രൈവിലും മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടയുടെ സിറ്റി ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഹോണ്ട 2015 മോഡൽ. 2015 മോഡൽ കേട്ടോ.
ഇത് നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടലം പ്രീമിയം ലെവലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ്. സ്റ്റിയറിംഗില് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റിയറിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഡീസലാണ്, മൈലേജ് അതേപോലെ അലോയ് വീല് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല. ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് വണ്ടിയാണല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയുടെ വണ്ടി ഇറക്കാൻ പറ്റും? 5,40,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 15 ഒറിജിനൽ കേരള വണ്ടി എസ് കേട്ടോ. അടുത്ത ചെറിയൊരു ബൈക്കിൽ നിന്ന് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക്, ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു മാരുതിന്റെ ഓൾട്ടോ 800 റെഡ് ഫിനിഷിംഗ് വാഹനം അല്ല, വെറും 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഉണ്ടാവാന്നുള്ളതാണ്. അത് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. കമ്പനി സർവീസ് ഇപ്പൊ കഴിഞ്ഞ ഒരു വണ്ടിയാണ്. ഫുള്ള് സർവീസ് കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അത് A-Z കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 2,45,000 രൂപ. 2,45,000 20 രൂപ വണ്ടി ഇറക്കാം. ഏകദേശം നമുക്കൊരു 18-20 മൈലേജും കിട്ടും. അതേപോലെ തന്നെ നമുക്കൊരു സാധാരണ ഒരു ബൈക്കിൽ നിന്ന് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു 6,000 രൂപ EMI ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകും ചെയ്യാം. ഒരു മാസം ഒരു 6 രൂപ മാറ്റി വെച്ചാൽ മതി. അടുത്ത തവണ നമുക്ക് വീണ്ടും നമുക്കൊരു കിഡ്ലം ഒരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ഇതിന്റെ അത്യാവശ്യം മൈലേജും നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ നമുക്ക് മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐട്ടൺ അല്ലേ? വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡല് ഗ്രാൻഡ് ഐട്ടൺ. 2015 ഗ്രാൻഡ് ഐട്ടൺ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 130. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ്, അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കുറവ്, നല്ല ഫീച്ചേഴ്സ്. ചെറിയൊരു വാഹനമാണെങ്കിലും ബാക്ക് സൈഡിൽ നമുക്ക് AC-യുടെ വെന്റി കാര്യങ്ങൾ, അല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതൊക്കെ എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. അത് ഡീസൽ വേരിയന്റും ആണ്. സോ നമുക്ക് ഇതിന് മൈലേജിന് 24 വരെ മൈലേജ് കിട്ടും. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3,05,000 രൂപ. 3,05,000. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? 2.5 ലക്ഷം രൂപ ഫിനാൻസ്. 2.5 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അടുത്ത വീണ്ടും നമുക്ക് മാരുതിയുടെ 2 കിഡ്ലം സെഡാനുകളിലേക്കാണ് പോകുന്നത്. ഒന്ന് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഡിസയർ ഉണ്ട്, പിന്നെ അതിനുശേഷം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നൊരു മോഡൽ ഉണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിംഗിൽ ബഡ്ജറ്റ് പ്രൈസിൽ ഡീസലിൽ 18-20 മൈലേജും ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന വലിയൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡല് LD VD കൺവേർട്ട് ചെയ്താണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. മൈലേജ് നോക്കണേ ഏകദേശം 18-20 മൈലേജും കിട്ടും. മെയിൻ്റെനൻസും വളരെ കുറവുള്ള ഒരു വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 2,80,000 രൂപ. ചെറിയൊരു പ്രൈസിന് വലിയൊരു വണ്ടി ഉണ്ടാവും. അതായത് മൈലേജ് വണ്ടിയില്ല. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിന്? നമുക്കൊരു 30,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഞാൻ ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജും നല്ലൊരു ഫാമിലിക്ക് ഒരു സെഡാൻ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതിന്റെ ഒരു സിൽവർ ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഈ ഒരു ഫിനിഷിംഗ് നമുക്കൊന്ന് ജസ്റ്റ് പോളിഷ് ചെയ്തെടുത്താൽ കിട്ടുന്ന ഒരു കളർ കൂടിയാണ്. ഇതിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, 2 സൈഡ് എയർ ബാഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഏറ്റവും ഫുള്ളോട് ഡീസൽ വണ്ടിയില്ല. മൈലേജ് ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? വെറും 3 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. 3 ലക്ഷം രൂപക്ക്. അതും കിലോമീറ്റർ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. അല്ലേ? 2015 ഫുള്ള് കമ്പനി സർവീസ്. A-Z സർവീസിലുള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര രൂപ കിടക്കാൻ പറ്റുന്നത്? എങ്ങനെ? ഒരു 50,000 രൂപ ഉണ്ട്. 50,000 ഡൗൺ പേയ്മെന്റിൽ 3 ലക്ഷം രൂപക്ക് ഫൈനലൈസ് ചെയ്തോളൂ. അത് വീണ്ടും നമുക്കൊരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബൈക്കിന്റെ EMI കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഹുണ്ടായുടെ ഇയോൺ ആണ്. ഇറ AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ നമുക്ക് LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി ഫാമിലി കാർ. ഏതായിരുന്നു മോഡല്? 2016 മോഡൽ. 2016 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 80,000 കിലോമീറ്റർ. ഫുള്ള് സർവീസ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? വെറും 2 ലക്ഷം രൂപ കൊണ്ട്. 2 ലക്ഷം രൂപക്ക് മാസം നമുക്ക് ഒരു 5,000 താഴെ ഒരു EMI ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഉണ്ടാവില്ല, ഫാമിലിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. അടുത്ത തവണ വീണ്ടും നമുക്ക് മാരുതിയിലെ ഒരു കിഡ്ലം സെഡാനാണ്. മാരുതി സുസുക്കി സിയാസ്. അതിന്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും
പിന്നെ നമുക്ക് അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലെ. അത്യാവശ്യം നമുക്ക് അത് ഡീസൽ വേരിയന്റ് ആണ്. റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സ്പോയിലർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, എയർ ബാഗ് കാര്യങ്ങളും നല്ല അടിപൊളി ഫിറ്റിംഗ്സും, റിയറിൽ AC വെന്റ്, റിയറിൽ ചാർജിങ് പോയിന്റ്, സ്പോയിലർ കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കിഡ്ലൻ സെഡാണ്. അതും ഡീസലിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ. അപ്പൊ നമുക്ക് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 2017 മോഡലാണ്, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ വണ്ടി, 2 ലക്ഷം ഫുള്ള് കമ്പനി സർവീസ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 5000 കൂടുമ്പോ വണ്ടി ചെക്കിങ്ങിനും കയറിയിട്ടുണ്ട്. അപ്പൊ അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടി വാഹനമാണ് അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നത്? 5,85,000 രൂപ. 5,85,000 ഡീസലില് നല്ല അട്രാക്ഷനും കാര്യങ്ങളും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ലേ. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? വെറും 70,000 രൂപ വണ്ടി 70,000 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ നമ്മളെ മെയിൻ വാഹനങ്ങള് ഇനി വരുന്നതേ ഉള്ളൂ അല്ലെ. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു സാമ്പിൾ ആണ്. ഇനി അത്യാവശ്യം നല്ല കിഡ്ലൻ കളക്ഷൻസിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണോ ഡീസൽ ഓട്ടോമാറ്റിക്കല് സിംഗിൾ ഓൺഷിപ്പില് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഇന്നും കോംപ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ്. അത് മാത്രമല്ല ചില ആളുകളെ ഒരു വികാരം കൂടിയാണ് ഈ ക്രെറ്റ. നല്ല ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം. അതിൽ തന്നെ നമുക്ക് സിംഗിൾ ഓൺഷിപ്പില് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്കലി ഒരു കിഡ്ലം വാഹനം, നല്ല ഫീച്ചറിസ്റ്റിക് ആയുള്ള വാഹനമാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. റിയറിൽ നമുക്ക് AC വെന്റ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള XX ഡീസലില് നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന വണ്ടി. SX പ്ലസ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വണ്ടിയാണ്. ഓക്കെ, ഏതായിരുന്നു മോഡലാണ്? മോഡൽ 2015 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, 1,20,000 ഫുള്ള് കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ വാഹനം? നമുക്ക് 7,27,000 രൂപ കൊടുക്കാം. 7,25,000 ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലാസ്റ്റ് ഒരു 7,10 കൊടുക്കാം. 7,10 നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. അടുത്തതാണ് നീ ഒന്നുകൂടെ നമുക്ക് ഫീച്ചേഴ്സും എന്നാൽ മാനുവലില് ഡീസലില് 24 വരെ ലോങ് ഡ്രൈവില് മൈലേജ് വരെ കിട്ടുന്ന ഹോണ്ടയുടെ WRV. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസും കറക്റ്റ് ഓരോ 10,000 സർവീസ് ചെയ്ത് പോയാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും വരാതെ ധൈര്യമായിട്ട് നമുക്കൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും എന്നാൽ നമുക്ക് ക്രൂസ് കൺട്രോളും സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു കിഡ്ലം വാഹനമാണ് WRV. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 VX സെക്കൻഡ് ഓണർ, ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി, അതും ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 7,00,000 രൂപക്ക് കൊടുക്കാം. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ, സ്റ്റാർട്ട് കീലെസ് എൻട്രി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, VX ആണ്, ഡീസൽ വണ്ടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമ്മൾ 7,00,000 രൂപ ചോദിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടി നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊന്നും ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. അപ്പോൾ വന്നിട്ട് ഇഷ്ടപ്പെട്ട മാക്സിമം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ? ഏകദേശം എത്ര വരെ? 6,45,000 രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതാണ് നമുക്ക് ഒരു പ്രീമിയം സെമി പ്രീമിയം ലെവലിൽ ഒരു വാഹനം വേണമെന്നുള്ളവർക്ക് ടൊയോട്ടന്റെ കൊറോള ഓൾട്ടിസ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ടൊയോട്ട എഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും പേടിക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് 10,00,000 ഓടിക്കോട്ടെ, എന്നാലും എന്താണ് ടൊയോട്ട പറയുന്നത് ജസ്റ്റ് വാമപ്പാണ്. അതാണ് നമുക്ക് ഈ ഒരു ലോകത്ത് എവിടെ പോയാലും ഇത്ര ഡിമാൻഡുള്ള ഒരു എഞ്ചിൻ വേറെ ഇല്ല എന്ന് പറയാം. അത് തന്നെയാണ് ടൊയോട്ടന്റെ ഒരു ഹൈലൈറ്റ്. ഈ വണ്ടി വെറും 60,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, രജിസ്ട്രേഷൻ നമ്പറായ വണ്ടി. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ ആണ്. ഇതാണ് നമുക്ക് 60,000 കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 9,00,000 രൂപ കൊടുക്കാം. 9,00,000 രൂപ, 8,95,000 രൂപ കൊടുക്കാം. 8,95,000 ലോൺ ഏകദേശം നമുക്ക് കുറച്ച് കൊടുക്കാം. എല്ലാ വണ്ടി നമുക്ക് കുറച്ച് കൊടുക്കാം, മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? ഇതിനൊരു 8,00,000 രൂപ വരെ ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഇന്ത്യൻ ഒന്നും വേണ്ട, നമുക്കൊരു വിദേശി തന്നെ വേണമെന്നുള്ള ഒരു US ബ്രാൻഡിലൊരു ജീപ്പ് കോമ്പസ്. അതൊരു മിലിറ്ററി ഗ്രീനിലൊക്കെ വരുന്ന ഒരു അടിപൊളി കളറിലുള്ള ഒരു വാഹനമാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ്. ഒരു ഓഫ് റോഡർ എന്ന് തന്നെ പറയാം. ഇതിന്റെ ഒരു ഇത് 4 വീൽ ഡ്രൈവ് ആണോ? അപ്പൊ ഇത് നമുക്ക് 4 വീൽ തന്നെയാണ്. ഇത് 2 വീലും ഉണ്ട്, 4 വീലും ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ആണ്. വെറും 60,000 കിലോമീറ്റർ നോക്കി നമ്മൾ ഇന്നും ആ ഒരു പുതിയൊരു വാഹനത്തിന് ആ ഫീലും കാര്യങ്ങളും
പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അല്ലേ? അതെ അതെ ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ. അതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? അതെ അതെ ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ലിമിറ്റഡ് എഡിഷനിൽ മൈലേജും നല്ല കംഫർട്ടും കിട്ടുന്ന ഒരു 4x4 നമുക്ക് പരമാവധി സൺറൂഫ് വരെ വരുന്ന ഒരു കിട്ടുന്ന വാഹനം. എത്രയായിരുന്നു കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ വെറും 60,000 കിലോമീറ്റർ, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 22 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 20 ലക്ഷം രൂപ 21 ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം. പുതിയൊരു വണ്ടിന്റെ വില ഒക്കെ നോക്കുമ്പോൾ ഒരു 10-15 ലക്ഷം രൂപ നമുക്ക് വില കുറച്ചിട്ട് നമുക്ക് അങ്ങ് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഫ്രഷിന്റെ വില കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഓഫർ റേറ്റ് നമുക്ക് മനസ്സിലാവുക അല്ല. ഇത് നമുക്ക് വീണ്ടും നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സും നല്ല മൈലേജും എന്നൊരു പൊളി വാഹനം വേണമെന്നുള്ളവർക്കൊരു അടിപൊളി വാഹനമാണ് എലൈറ്റ് i20 റെഡ് ഫിനിഷിംഗ് വാഹനം. ഇത് ഏറ്റവും ടോപ്പ് ലോഡ് ആണോ വരുന്നത്? അതെ, ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേണ്ടിയ ഏരിയയാണ് ആസ്റ്റയാണ്. നമുക്ക് കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ക്ലൈമറ്റ് കൺട്രോൾ, AC. ഈ ഒരു സെഗ്മെന്റിൽ ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി ആ സമയത്ത് ഇല്ല എന്ന് തന്നെ പറയാല. ഇന്ന് നമുക്ക് പല വാഹനങ്ങളും ഈ ഒരു സെഗ്മെന്റ് ഈ റേറ്റിന് ഇത്ര ഫീച്ചേഴ്സ് ഇല്ലല്ലേ. ഡീസൽ ഏകദേശം 18-20 മൈലേജും കിട്ടും. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. കിലോമീറ്റർ 1.25, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? നമുക്ക് ലാസ്റ്റ് 5,35,000 രൂപ ചോദിക്കണ്ടേ, നമുക്കൊരു 30 രൂപ കൊടുക്കാം. 5,30,000. 5,30,000 നമുക്ക് ചെയ്യാം. ഏകദേശം ഒരു 19 രൂപ വേണ്ടി ഇറക്കും ചെയ്യാം. അടുത്താണ് നമുക്ക് കിയന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ എന്ന് പറയാം, തൊട്ട് അടുത്ത് വരെ വന്നിരുന്ന മോഡൽ സെൽട്ടോസ്. അപ്പൊ അതാണ് പിന്നെ ലാസ്റ്റ് ഫേസ് കാര്യങ്ങളൊക്കെ വന്നൊരു വാഹനമാണ്. അത് ന്യൂ എംബ്ലൊക്കെ വരുന്ന ഒരു വാഹനമാണ്. വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ വരുന്നത്? 60,000 കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത് നല്ല ഫാൻസി നമ്പർ. 21 മോഡൽ വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിന് സെൽട്ടോസ് ചോദിക്കുന്നത്? 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ ഡീസലില് വെറും 60,000 കിലോമീറ്റർ വണ്ടി. ട്രാക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാം. നമുക്കൊരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വെറും 25,000 രൂപ. ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ IT ഫയൽ ചെയ്യണമെങ്കിൽ വെറും 25,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഡീസൽ ഈ ലോ കിലോമീറ്ററുടെ വണ്ടി ഉണ്ടാവും. അത് നമുക്കൊരു പിന്നെ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ തന്നെ പെട്രോൾ ഒരു ചെറിയ വാഹനം വേണമെന്നുള്ളവർക്ക് ഇതാണോ ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് സെലേറിയോ. കാരണം നമുക്ക് റിഡ്സ് പോയ ആ ഒരു ഷേപ്പിക്ക് അതേ മോഡലിൽ നമുക്ക് യാത്രാ കംഫർട്ടും ഒതുങ്ങിയ അത്യാവശ്യം മൈലേജും അതേപോലെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ഒരു വാഹനം നോക്കുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സെലേറിയോ. എങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡൽ, സിംഗിൾ ഓണർ, VXI. ഓട്ടോമാറ്റിക് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 1 ലക്ഷം കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. 3,40,000 രൂപ കൊടുക്കാം. 3,45,000 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ ചെയ്യാം. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് 50,000 രൂപക്ക് ഉണ്ടാവും. കുറച്ച് കൊടുക്കട്ടോ വണ്ടി. വീണ്ടും ഇത് ഫൈനൽ റേറ്റ് അല്ല. അടുത്തത് നമുക്കൊരു ഹുണ്ടായുടെ അന്നത്തെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആയിരുന്നു എലൻട്ര. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. കീലെസ് എൻട്രി, എല്ലാ കാര്യത്തിൽ നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഫീച്ചേഴ്സ് പറയുന്ന ഒരു ഫുൾ വീഡിയോ തന്നെ വേണ്ടി അത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിഡ്ലനാണ്. അപ്പോൾ നമുക്കൊരു പക്ക പ്രീമിയം ലെവൽ അത്രയും വന്നിരുന്ന പെർഫോമൻസും മൈലേജും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ പുതിയത് കാര്യങ്ങൾ ഒക്കെ ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ വണ്ടി നമുക്ക് ലാസ്റ്റ് 3,55,000 രൂപ കൊടുക്കും. മാർക്കറ്റുള്ള വണ്ടിയാണ്. നിലവിൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 2026 നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കണം എല്ലാ വണ്ടി മാക്സിമം. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 1 ലക്ഷം രൂപ കുറച്ചിട്ടാണ് അപ്പൊ ഈ ഒരു വാഹനം ചോദിക്കുന്നത്. മാക്സിമം ലോണും ചെയ്യാം. അടുത്ത നമുക്കൊരു വീണ്ടും ഒരു കിട്ടും SUV ടൈപ്പിൽ 7 സീറ്റർ. അതിന്റെ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വരുന്ന നമ്പർ. അതും നമുക്ക് SUV 500 പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആണ്, ഡീസൽ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 സെക്കൻഡ് ഓണർ, 88,000 കിലോമീറ്റർ, W8. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അന്ന് ടോപ്പ് ലോഡ് വണ്ടി W8 ആണ്. അത് നമുക്ക് ഏറ്റവും ഫുൾ ലോഡിൽ 80,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ ആണോ? ഗ്യാരണ്ടി പറയാം. 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. സാധാരണ നമുക്ക് ഇത്രയും ലോ കിലോമീറ്ററിലൊക്കെ ഒരു SUV 500 കിട്ടാൻ ഇത്തിരി പാടാണ് അല്ലെ. 2012 SUV 500 അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ്
W8 വണ്ടിയാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 4,90,000 രൂപ. 4,90,000 ബെസ്റ്റ് ഓഫർ പ്രൈസിലും ഉണ്ടാവും അല്ലേ? ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ഒരു 4 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്യാം. ലോൺ ചെയ്യാം. 10-80 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? അപ്പൊ അടുത്ത് വീണ്ടും ഒരു Elite 820 ആണ്. നമുക്ക് Elite 820 3 ഉണ്ട് അല്ലേ? അത് 3 ഡിഫറെന്റ് കളേഴ്സിലുണ്ട്. ഇത് സിൽവർ ആണ്, ഒരു റെഡ് പരിചയപ്പെട്ടു നേരത്തെ, അതേപോലെ തന്നെ നമുക്ക് ഒരു ആഷ് കളറും ഉണ്ടായിരുന്നു. ഇത് ഡുവൽ ടൂണിൽ നമുക്ക് ഒരു അടിപൊളി വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ഫുൾ ഓപ്ഷൻ. നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷനാണ്, 3 ഫുൾ ഓപ്ഷൻ ആണ്, 3 വണ്ടി. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1 ലക്ഷം കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,65,000 രൂപക്ക് വണ്ടി കൊടുക്കാം. ഡീസൽ വണ്ടി കൊടുക്കാം വണ്ടി. ഓക്കെ, ഡീസൽ വണ്ടി തന്നെ. ഡീസൽ വണ്ടി, അതെ. ഇതൊക്കെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 19 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ നമുക്ക് മൈലേജ് നല്ല ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം. എഗെയിൻ വീണ്ടും നമുക്ക് തോന്നുന്നു വീണ്ടും ഒരു മൂന്നാമത്തെ ഒരു ഡിസൈർ ആണ്. നേരത്തെ രണ്ടും ഡീസൽ ആണെങ്കിൽ ഇത് നമുക്ക് പെട്രോളിലാണ്. സോ നമുക്ക് ചെറിയ ഓട്ടവും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ, ലോ മെയിൻ്റനൻസ് ഒക്കെ, ഒന്നുകൂടെ ലോ മെയിൻ്റനൻസ്. പൊതുവെ നമുക്ക് മാരുതി പൊതുവെ മെയിൻ്റനൻസ് കുറവാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 സിംഗിൾ ഓണർ VXi. അതെ, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര രൂപ കൊടുക്കാൻ നമുക്ക്? 3,85,000 രൂപ ചോദിക്കുന്നുണ്ട്. 3,80,000 രൂപക്ക് വണ്ടി കൊടുക്കാം. ഫൈനൽ മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന 2015 വെറും 25,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നൊരു വാഹനം കേട്ടോ. യെസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്ന ടെൻസ് ഡ്രൈവിലായിരുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻസ് ഡ്രൈവിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആസ് നിങ്ങൾ നേരിട്ട് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വണ്ടി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അപ്ഡേഷൻ ഇടും. അപ്പോൾ നമ്മൾ ടെൻസ് ഡ്രൈവ് പറഞ്ഞ ഒരു പേജ് ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇവിടെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന്, അതായത് ഊട്ടി റോഡിലാണ്, വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ണ റൂട്ടിലായിട്ടാണ് ടിപ്സ് ഡ്രൈവ്. ചെറുകോട് 28 കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇനി ഗൂഗിളിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി കേരളത്തിൽ എവിടെയുള്ളവർക്കും ഇവിടെ വന്നു ചേരാൻ, ഏത് മാർഗത്തിൽ നമുക്ക് വന്നു ചേരാന്നുള്ളതാണ്. റോഡ് ബസ് വെക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് നമുക്ക് രാജാറാണിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ വാണിയമ്പലം വന്നിറങ്ങിയാൽ വാണിയമ്പലത്തിന് ജസ്റ്റ് ഒരു ഓട്ടോ വിളിച്ച് സുഖമായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെയുള്ളവർക്ക് സുഖമായിട്ട് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസിനൊക്കെ ഡയറക്റ്റ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും റിയാസ് NSC സൈനിങ് ഓഫ്.